ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞണ്ട് തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഏകദേശം 1 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉള്ള ഞണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇന്ന് ഞണ്ട് തോരൻ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മാമ്മയുടെ റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കിയിരുന്ന അതേ റെസിപ്പിയാണ് അമ്മ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്കൊരു വലിയ ഞണ്ട് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഞണ്ട് തോരൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഓൾറെഡി തന്നെ ഇത് ഞണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഞണ്ട് പുഴുങ്ങി എടുത്തതാണ്. അപ്പോൾ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഞണ്ട് വെള്ളത്തിലിട്ട് നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ ഫ്ലഷ് എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. എന്നിട്ട് അത് തണുപ്പിച്ച്, അതായത് ഞണ്ടിൻ്റെ ചൂടൊക്കെ പോയിട്ട് അത് തുറന്ന് അതിൽ ഫ്ലഷ് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് നല്ലതുപോലെ തണുക്കാൻ വെക്കാം. അതായത് നല്ലതുപോലെ തണുത്തിട്ട് മാത്രമേ നമുക്കിത് തുറന്ന് അതിൽ ഫ്ലഷ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഞണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. തേങ്ങ ചിരകി എടുത്തിരിക്കുകയാണ്. ഒരു 20ഓളം കൊച്ചുള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് എടുത്തിട്ടുണ്ട്. ഞണ്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്ലഷ് എടുത്ത് മാറ്റാം. അതായത് ഞണ്ടിൻ്റെ മാംസമാണ് നമ്മളെടുത്ത് വേർതിരിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഞണ്ടിൽ നിന്ന് ഇത്രയും മാംസമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ 1 കിലോ ഞണ്ടിന് ഏകദേശം ഇത്രയൊക്കെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് തോരൻ്റെ അരപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഞണ്ടിൽ നിന്ന് എടുത്തു വെച്ച മാംസവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അമർത്തി മിക്സ് ചെയ്ത് നമുക്ക് അതൊന്ന് കുഴച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ തോരൻ്റെ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കുകയാണ്. ഞാനിവിടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തോരനെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ വേവിച്ചെടുക്കുന്നത്. ചിലപ്പോൾ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്നോ 2 മിനിറ്റ് നമ്മളിത് തുറന്ന് വെച്ച് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മണം വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ് ഞണ്ട് തോരൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്.
ചോറിന്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.